NRI ആളുകൾക്ക് ടാക്സ് കൊടുക്കണ്ട, അഥവാ പ്രവാസികൾക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന എമൗണ്ടിന് മുകളിൽ ടാക്സ് കൊടുക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ. NRI ആണ് ഞാൻ എമൗണ്ട് അയക്കുന്നത് പ്രോപ്പർ ചാനലിലൂടെ അല്ല. ഞാനിപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തിന് പൈസ അടിച്ച് അവന് നാട്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് എമൗണ്ട് അയച്ചു തന്നേക്കാണ്. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് ഈ അടുത്തുണ്ടായ ഇൻസിഡൻ്റ് ആണ്. നല്ലൊരു എമൗണ്ട് അവർ അവിടെ എമൗണ്ട് കൊടുത്തു, സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് സുഹൃത്തിൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ഒരു വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിന് മുകളിൽ ഇവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ NRI ആണ് എന്നാൽ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർ ചാനലിലല്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് എങ്ങനെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും? യാതൊരു വിധത്തിലും ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവർ നിങ്ങൾക്ക് നോട്ടീസ് അയക്കും. ആ വന്നിട്ടുള്ള എമൗണ്ടിന് മുകളിൽ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. കാരണം ഇവിടെ സോഴ്സ് അവൻ തന്നതാണ്, അല്ലെങ്കിൽ അവനോട് കടം വാങ്ങിയതാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും NRI ആയിട്ട്, അതായത് വിദേശത്ത് നിന്ന് ഫണ്ടല്ല, അത് വിദേശത്ത് നിന്ന് ഫണ്ട് അയക്കുന്നതിന് പ്രോപ്പർ ചാനൽ മുഖേന തന്നെ നിങ്ങൾ അയക്കണം. പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പക്കൽ ക്യാഷ് കൊടുത്തിട്ട് നാട്ടിൽ ഇവിടെ അവരെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്ന പരിപാടി ചെയ്താൽ അതൊരിക്കലും ഇൻകം ടാക്സ് എക്സംപ്റ്റിൽ വരില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ക്ലോക്ക് വെല്ലിൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്താൽ മതി. പ്രവാസികൾക്കും അതുപോലെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ അക്കൗണ്ടിൽ വരുന്നത്.